ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനുപക്ഷർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന ചാമ്പ്യൻസ് ലീഗിലെ 7 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഇന്നലത്തോടുകൂടി. അപ്പോൾ ഇന്നലെ ബാഴ്സലോണയുടെയും ലിവർപൂളിന്റെയും ചെൽസിയുടെയും അത്ലറ്റിക്കോ മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു മത്സരത്തെ കുറിച്ചായിരുന്നു നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് ഞാൻ കണ്ടത് നമ്മുടെ ബാഴ്സലോണയുടെ മത്സരമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വിശദമായ ഞാൻ ഇന്നലെ കണ്ട മത്സരം ബാഴ്സലോണ വിസസ് സ്ലാവ പ്രാഹ എന്ന് പറയുന്ന ടീമിന്റെ കൂടെയാണ്. ചെക്ക് റിപ്പബ്ലിക്കിലെ ഒരു ടീമാണ്. ആ ടീമുമായിട്ടുള്ള മത്സരം കാണാൻ വേണ്ടിയിട്ട് ഇരുന്നു. മത്സരം തുടങ്ങിയപ്പോൾ തന്നെ നെട്ടിച്ചുകൊണ്ടാണ് അവർ തുടങ്ങിയത്. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു സെറ്റ് പീസിലൂടെ അവർ കിടിലൻ ഗോൾ നേടുകയാണ്. പിന്നെ എന്തൊക്കെയാണ് നടന്നതെന്ന് കളി കണ്ടവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ബാഴ്സലോണയുടെ തോൽവി കാത്ത് കളി മൊത്തമായിട്ടിരുന്ന് കണ്ടിട്ടുണ്ടാകും കുറേ ഫാൻസുകാർ. എന്താ കാരണം പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ 2-2 ആയപ്പോൾ എന്തായാലും ഇവർ സെക്കൻഡ് ഹാഫിൽ പണി വാങ്ങിക്കുന്നുള്ള ഒരു തീരുമാനത്തിലായിരിക്കും കളി കാണാതിരുന്നത്. ഉറക്കം ഒഴിച്ചത് മെച്ചമായി. 4-2 അവസാനം വെച്ചിന് മുഴുകുമ്പോൾ ബാഴ്സലോണ ജയിച്ചിരിക്കുകയാണ്. ഈ വിജയത്തിലും ഒരുപാട് പ്രശ്നങ്ങൾ ബാഴ്സലോണയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഒന്നുകൂടെ ബാഴ്സ ആരാധകർ ഓർമ്മിപ്പിക്കുകയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാമ്പ്യൻസ് ലീഗ് പോലെ ഒരു മത്സരത്തിൽ നോക്കൌട്ട് റൗണ്ടിലേക്ക് ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. റൗണ്ട് ഓഫ് 16 വരുന്നുണ്ട്, ക്വാർട്ടർ ഫൈനൽ വരുന്നുണ്ട്, പ്രീ ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല. ഇപ്രാവശ്യം 10 മത്സരങ്ങളാണ്. ഇതിൽ 7 മത്സരങ്ങൾ ഈ സീസണിൽ നടന്നതാണ്. ക്ലീൻ ഷീറ്റ് അല്ലാതെ ബാഴ്സലോണ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ പ്രശ്നങ്ങൾ ഡിഫൻസിൽ തന്നെയാണ്. ഗോളുകൾ അടിച്ചുകൂടുന്ന ഒരു സൈഡിൽ നിന്ന്, പക്ഷേ ഗോളുകൾ വഴങ്ങുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന്. പുതിയ ഗോൾ കീപ്പറായ ജോൺ കാസിയ വന്നു. ചാമ്പ്യൻസ് ലീഗിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അവസാനം നടന്ന റയൽ സോസിഡായിട്ടുള്ള ലാ ലീഗ് മത്സരത്തിന് അനുസ്മരിപ്പിക്കുന്ന തുടക്കം തന്നെയായിരുന്നു ഇവിടെ തുടങ്ങിയത്. അവർ ഒരു സൈഡിൽ ഫിസിക്കൽ ഗെയിം കളിച്ച് അതേപോലെ കിട്ടിയ 2 സെറ്റ് പീസിലൂടെ 2 ഗോളുകൾ നേടുകയാണ്. ഫെർമിൻ ലോപ്പസിലൂടെ തുടക്കം തന്നെ 2 ഗോളുകൾ അടിച്ചിട്ട് ചങ്ങായി ബാഴ്സയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു സമനില നേടുകയാണ് ഫസ്റ്റ് ഹാഫിൽ എന്താ കാണിച്ചതെന്ന് ചോദിച്ചാൽ ഡിഫൻസിന്റെ മിസ്റ്റേക്കുകൾ, അതേപോലെ തന്നെ പാസിംഗ് മിസ്സുകൾ. എന്താന്ന് പറഞ്ഞാൽ ശരിയാണ്, അവിടെ -6 ഡിഗ്രിയിൽ കളിക്കുന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ അതിൽ നമ്മുടെ റിസൾട്ട് ഡിഫൻസുമാർ അവിടെ ഗോൾ അടിക്കുന്നില്ല. അവര് അറ്റാക്കർമാർ കൊണ്ട് ഗോൾ അടിക്കുന്നുണ്ട്. -6 ഡിഗ്രിയിലാണ് കളിക്കുന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ അതും എവേ മത്സരമാണെന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ റാങ്കിങ്ങിൽ 39 സ്ഥാനത്താണ് ചാമ്പ്യൻസ് ലീഗ് റാങ്കിങ്ങിൽ കിടക്കുന്ന ടീമാണ്. അവരോട് കൂടെയാണ് ഫസ്റ്റ് ഹാഫിൽ 2-2 സമനില വഴങ്ങിയിരിക്കുന്നത്. കളി അവസാനിക്കുമ്പോൾ 4-2 വിജയിച്ചെന്നുള്ള കാര്യമൊക്കെ, സെക്കൻഡ് ഹാഫിൽ ഭയങ്കരമായിട്ടുള്ള തിരിച്ചുവരും കംബാക്ക് നടത്തിയിട്ടുള്ള കാര്യം ഒന്നും പറയാനില്ല. ഈ ഒരു സീസണിൽ 7ാമത്തെ 8ാമത്തെ കംബാക്കാണ് ബാഴ്സലോണ നടക്കുന്നത്. അതിലൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ ഒരു കളിയും കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ റൗണ്ട് ഓഫ് 16 തന്നെ ചില ബാഴ്സലോണ പുറത്താവാൻ ചാൻസ് ഉണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ അത് അവരുടെ ഡിഫൻസ് തന്നെയാണ്. ഇന്ന് ആ ഫസ്റ്റ് ഹാഫിൽ വഴങ്ങിയ 2 ഗോൾ 2 സെറ്റ് പീസിലൂടെയാണ്. ഒന്ന് ലെവൻഡോസ്കിയുടെ സെൽഫ് ഗോളാണ്. ലെവൻഡോസ്കി ചാമ്പ്യൻസ് ലീഗ് ഈ സീസണിൽ ആദ്യ ഗോൾ അടിക്കുന്ന ആ ഒരു സെൽഫ് ഗോൾ. അതിനുശേഷം ബാഴ്സലോണയ്ക്ക് വേണ്ടി ഒരു ഗോൾ അടിക്കുന്നു. ബാഴ്സലോണയ്ക്ക് വേണ്ടിയും ബാഴ്സലോണയ്ക്ക് ഓപ്പോസിറ്റിന് വേണ്ടിയും, അങ്ങനെ 2 ടീമുകൾക്ക് വേണ്ടി ഇന്ന് ഗോൾ അടിച്ചിരിക്കുന്ന ലെവൻഡോസ്കി. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് തന്നെയാണ്. അറ്റാക്കിങ്ങിൽ അവർ പരമാവധി ഗോൾ സ്കോർ ചെയ്യലും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഡിഫൻസിന്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഫസ്റ്റ് ഗോൾ വരുമ്പോൾ ഡിജോൺ ആയിരുന്നു ആ ഗോള് ഡിഫെൻഡ് ചെയ്യേണ്ടിരുന്നത്. സിമ്പിളായിട്ട് നോക്കി നിൽക്കുക. ഡിജോണിന്റെ ഇന്നത്തെ ആ ഒരു നെഗറ്റീവ് പോയിന്റ് അതാ പറയാനുള്ളത്. ബാക്കി ക്ലാസ് പെർഫോമൻസ് ആണ് ഡിജോൺ എടുത്തിട്ടുള്ളത്, കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഫെർമിനെ പോലെ തന്നെ അടിപൊളിയായിട്ട് ഇന്ന് ഗംഭീര പെർഫോമൻസ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തുടക്കം തന്നെ പെഡ്രിയുടെ ഒരുപാട് മിസ്സുകൾ കണ്ടിട്ട് എനിക്ക് പെഡ്രിയുടെ കളികളിൽ ഇത്ര കാലം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം കളി എന്ന് പറയാൻ പറ്റും. എന്താ പറഞ്ഞാൽ കഴിഞ്ഞ കളിയിൽ റയൽ സോസിഡാഡ് എന്താണ് പെഡ്രിയോട് ചെയ്തത് അതേ എലമെന്റ് ആണ് ഇന്ന് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. എന്താ കാരണം പെഡ്രിയെ പരമാവധി ഫിസിക്കലി നേരിടാം. അപ്പോൾ ചങ്ങായിന്റെ ബോൾ കിട്ടും. ആൾക്ക് പരിക്കുകൾ കാര്യങ്ങൾ പറ്റും. അങ്ങനെ പരിക്ക് പറ്റിയിട്ട് ഇപ്പോൾ 3-4 ആഴ്ച ഇനി പുറത്താന്നാ പറയാൻ പോകുന്നത്. അപ്പോൾ അടുത്ത കളിക്ക് കോപ്പഹാഗായിട്ടുള്ള കളിക്ക് ഡിജോണും പെഡ്രി ഇല്ലാതെയാണ് ബാഴ്സലോണ ഇറങ്ങേണ്ടത്. അവസാനം നിർണായക മത്സരമാണ്. എന്താ പറഞ്ഞാൽ 8 ടീമുകളാണ് 13 പോയിന്റായിട്ട് നിൽക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഈ ഫസ്റ്റത്തെ 8 സ്ഥാനത്തിൽ എത്താൻ പറ്റുന്നുള്ള കാര്യം. അപ്പോൾ കട്ടിയാണ്. അപ്പോൾ അടുത്ത മത്സരം ബാഴ്സലോണ ഹോം ഗ്രൗണ്ടിൽ നടക്കുന്ന 29-ാം തീയതി അങ്ങനെ നടക്കുന്ന മത്സരം ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ടിലാണെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് ബാഴ്സയ്ക്കുള്ളത്. അതേപോലെ ഫെർമിന്റെ പ്രകടനം എടുത്ത് പറയാതിരിക്കാൻ വയ്യ. മാൻ ഓഫ് ദി മാച്ചും തൂക്കി 2 ഗോൾ അടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങി. എമ്മാതിരി ക്ലാസ് പെർഫോമൻസ് ആണ്. അത് ക്ലാസ് ഗോളുകൾ അടിക്കുന്നതൊക്കെ ക്ലാസ് ഗോളുകൾ. തട്ടിമുട്ടിയിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അടിക്കുന്നത് എമ്മാതിരി ഷോട്ടുകളാണെന്നറിയാം. അങ്ങനെ 2 ഗോളുകൾ. ആ ഫസ്റ്റ് ഗോളിലേക്ക് വഴി തുറന്ന് വെച്ച റഫീനിയ ഡിജോണിന് പാസ് കൊടുക്കുന്നു. ഡിജോൺ അത് ഫെർമിന് കൊടുക്കുന്നു. ഫെർമിന്റെ ഒരു കിടിലൻ ഷോട്ട് ഗോൾ കീപ്പറെ
ഗോൾ കീപ്പറിന്റെ ആ ഒരു തടുക്കലൊന്നും പോരായിരുന്നു ആ ഷോട്ടിന് മുന്നിൽ. ആ ഒരു പാസ് കൊടുത്തതല്ലാതെ എനിക്ക് തോന്നുന്നത് റഫീനയുടെ ഏറ്റവും വേസ്റ്റ് പെർഫോമൻസ് ആണ്. അതിന് ഒരു കാരണം കൂടിയുണ്ട്. ഇന്ന് റൈറ്റ് വിങ്ങിൽ യമാൽ ഇല്ല എന്നുള്ള കാരണം. യമാൽ അവിടെ കളിക്കണമെങ്കിൽ യമാൽ കറക്റ്റ് ആയിട്ടുള്ള അസിസ്റ്റുകളും അതേപോലെ കറക്റ്റ് ആയിട്ടുള്ള പാസുകളും റഫീനയ്ക്ക് എത്തും, റഫീന സ്കോർ ചെയ്യിച്ചു. അങ്ങനെ ഒരാൾ ബോൾ സ്കോർ കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ യമാൽ അവിടെ വരുന്ന സമയത്ത് യമാലിനെ കൂട്ടാൻ വേണ്ടി 1-2 പേര് അവിടെ പോകും. അപ്പൊ റഫീനയ്ക്ക് ആ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത്ര കളിയിൽ റഫീനിയ ആളുടെ പെർഫെക്റ്റ് എടുത്തിട്ടുള്ളത്. ഇന്ന് എന്താ ചെയ്തതെന്ന് റഫീനിന്റെ ഒരു എനിക്ക് ഗ്രൗണ്ടിൽ ഓഫ് ദ ബോൾ ഓൺ ദ ബോൾ ഒന്നും നേരെ ആളുടെ ഒരു ഇതല്ല, പെർഫെക്റ്റ് അല്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആൾക്ക് സ്പേസ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഇന്നത്തെ ബാഴ്സലോണ പ്ലേയേഴ്സിന്റെ ഒരുപാട് പ്ലേയേഴ്സിന്റെ ഇപ്പോ പെഡ്രയുടെ നോക്കിക്കഴിഞ്ഞാൽ, അതേപോലെ കുണ്ടയുടെ, ബാൾഡയുടെ, അതേപോലെ എല്ലാം മൊത്തത്തിൽ ഇന്ന് മിസ്പാസുകളുടെ ഘോഷയാത്രയാണ്. ഞാൻ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെ ആയിത്തീരുന്നു വിചാരിച്ചതാ. സെക്കൻഡ് ഹാഫിൽ കുറച്ച് റാഷ്ഫോർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയി വന്നു, ഓൾമോ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നു, കളിയിലൊക്കെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തുടങ്ങി, പിന്നെ ഗോൾ സ്കോർ ചെയ്യാൻ തുടങ്ങി. ഭാഗ്യം കൊണ്ടാണ് ആ ഡിജോന്റെ ഒരു ഗോള് ഓഫ് സൈഡ് വിളിച്ചത്. അവരുടെ ഗോൾ കീപ്പറിന്റെ ഒരു മിസ്സിൽ നിന്ന് കിട്ടിയ ബോള് അത് ഗോൾ സ്കോർ ചെയ്ത് ഡിജോണ്. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ തൊട്ട് മുൻപിൽ തന്നെ ലെവൻഡോസ്കി അതൊരു ഓഫ് സൈഡ്. അതേപോലെ ലെവൻഡോസ്കിനെയൊക്കെ വെച്ചിട്ട് ഇനി എത്ര കാലം മുന്നോട്ട് നിന്ന് ബാഴ്സ മാനേജ്മെന്റ് ചോദിക്കേണ്ട ഒരു ചോദ്യം ബാഴ്സ മാനേജ്മെന്റിനോട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഫെറാൻഡോറസ് പോയി കഴിഞ്ഞാൽ ലെവൻഡോസ്കി ഇവർ രണ്ടാണ് ഫോം. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ ഫെർമീനൊക്കെയാണ് ഈ സീസണിൽ 10 ഗോളുകളൊക്കെ അടിച്ചു കൂട്ടിയിരിക്കുന്നത്. 24 മത്സരങ്ങളിൽ 10 ഗോളുകളും 8 അസിസ്റ്റ് എന്തൊക്കെ നേടിയിട്ടുണ്ട് ചങ്ങായി. അതേപോലെ തന്നെ ഇന്ന് റാഷ്ഫോർഡിന്റെ ഒരു കിടിലൻ അസിസ്റ്റിലാണ്. ആ അസിസ്റ്റിലും ഫസ്റ്റ് ടച്ച് ലെവൻഡോസ്കിന്റെ ക്ലിയർ ഒന്നും ആയിരുന്നില്ല. ആ ഒരു ഷോട്ട് കുറച്ച് സ്പീഡ് കൂടുതലാണെന്നുള്ള കാര്യത്തിലൊക്കെ ഓക്കെയാണ്. പക്ഷെ ആ സ്പീഡ് കൂടിയതുകൊണ്ടാണ് ആ ഒരു ഡിഫൻഡറെ മറികടന്നിട്ട് ലെവൻഡോസ്കി ആ ബോൾ കിട്ടുന്നത്. ബോൾ കിട്ടി ഫസ്റ്റ് ടച്ച് എടുക്കുമ്പോൾ തന്നെ ബോൾ പൊന്തി വരിക. ഗോൾ കീപ്പർ വന്ന് പിക്ക് ചെയ്യാൻ വരുന്ന സമയത്താണ് ഈ ചങ്ങായി ഫ്ലിക്ക് ചെയ്തിട്ട് ഗോൾ പോസ്റ്റിനുള്ളിലേക്ക് ഇട്ട് ഗോൾ അടിക്കുന്നത്. അങ്ങനെ രണ്ട് ടീമിനും വേണ്ടിയിരുന്ന ആൾ ഗോൾ സ്കോർ ചെയ്തെന്നുള്ള കാര്യമാണ്. ഡിഫൻസിൽ അത്യാവശ്യം നല്ലൊരു പ്രകടനം നടത്തിയത് എറിക് ഗ്രാസിയ തന്നെയാണ്. ചങ്ങായിക്ക് ആ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഹൈറ്റിന്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ അതിൽ നിന്നിട്ടും ആള് ഗംഭീര പെർഫോമൻസ് ആണ്. ഒരു ബാക്ക് പാസുകളും കൂടെ കൊടുക്കാതെ പരമാവധി കിട്ടുന്ന ബോളൊക്കെ ഫ്രണ്ടിലോട്ട് കളിക്കുക. അതേപോലെ കറക്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ്, അതേപോലെ കറക്റ്റ് ആയിട്ടുള്ള പാസുകളൊക്കെ ആള് എപ്പോഴും ബംഗാളി പണിയെടുക്കുന്നത്. ബാഴ്സയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ബംഗാളി പണിയെടുക്കുന്നത് ഏത് പൊസിഷൻ കൊടുത്താലും. ഇന്ന് കുബാർസിക്ക് പകരം ജെറാർഡ് മാർട്ടിനെ വന്നു. ജെറാർഡ് മാർട്ടിന് ഓക്കെയാണ്. പക്ഷെ എന്താ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ആളുടെ എപ്പോ വേണമെങ്കിലും ബോൾ മിസ് ചെയ്യാം. എന്നാൽ ലെഫ്റ്റ് ഷൂട്ടറാണ്. ഈ റൈറ്റും ലെഫ്റ്റും ബോത്ത് കളിക്കാനുള്ള ആ ഒരു ഇതില്ല. ആള് ലെഫ്റ്റ് ഷൂട്ടറാണ്. റൈറ്റിലെ ഭാഗത്ത് വരികയാണെങ്കിൽ ലെഫ്റ്റിലോട്ട് തിരിച്ചിട്ട് ബോൾ കൊടുക്കുള്ളൂ. ആ ഒരു ടൈം വേസ്റ്റ് ഒക്കെയാണ്. ആ സമയത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ബോൾ റിക്കവർ ചെയ്ത് കിട്ടാൻ പറ്റും ആളിന്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഇന്ന് അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ ഡിഫൻസിൽ കുണ്ടയുടെയും ബാൽഡയുടെയും ഒക്കെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ മൊത്തത്തിൽ കൗണ്ടർ വരുന്ന സമയത്ത് ബാഴ്സയുടെ ചെന്നിച്ചിതറാണ്. അതേപോലെ ഇന്ന് സെറ്റ് പീസിലൂടെ 2 ഗോളുകൾ വീണെന്ന് ആലോചിക്കണം. അതേപോലെ ഇനീഗോ മാർട്ടീനസിനെ പോലെ ഒരു ഡിഫൻഡർ, ഒരു അഗ്രസീവ് ആയിട്ട് ഒരു അഗ്രഷൻ കാണിക്കാനുള്ള ഡിഫൻഡറെ കൊണ്ടുവന്നില്ലെങ്കിൽ ബാഴ്സയ്ക്ക് മുന്നോട്ടുള്ള പോക്ക് അത് ഇനി ഹൻസി ഫ്ലിക്കിന് പറ്റൊന്നും കാര്യമില്ല. ആളുടെ പെർഫെക്റ്റ് ആയിട്ട് എല്ലാം എടുക്കുന്നുണ്ട്. ആളുടെ കയ്യിലുള്ള അത് വെച്ചിട്ട് പരമാവധി എടുക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ പെഡ്രിക്ക് പരിക്ക് പറ്റി. അപ്പൊ തന്നെ ആളുടെ റിയാക്ഷൻ കണ്ടോ, ഭയങ്കരമായിട്ട് സാഡായിട്ട് അവർ ഡെസ്പായിട്ടുള്ള ഒരു റിയാക്ഷൻ കാണിക്കുക. എന്താ പറഞ്ഞാൽ ആളുടെ കളിയിലെ മെയിൻ ആയിട്ടുള്ള ഒരു യന്ത്രമാണ് ഈ ചങ്ങായി. ഈ ചങ്ങായിക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ബാഴ്സയുടെ മുന്നോട്ട് പോക്കുള്ള നമ്മൾ ഈ സീസൺ ബാഴ്സ തുടങ്ങിയ മനസ്സിലായി. ഈ ചങ്ങായും യമാലും റഫീനയൊക്കെ ഇല്ലെങ്കിൽ എന്താവും എന്നുള്ള ബാഴ്സയുടെ സ്ഥിതി നമ്മൾ കണ്ടതാണ്. അപ്പോ ഇനി 3-4 ആഴ്ച കളിക്കാൻ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അത് ബാഴ്സയ്ക്ക് ഒരു ക്ഷീണം തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കുറെ മത്സരങ്ങൾ ലാ ലീഗിൽ വരുന്നുണ്ട്, കോപ്പ ഡെൽ റേയിൽ വരുന്നുണ്ട്. അതിന്റെ കൂടെ ചാമ്പ്യൻസ് ലീഗിൽ അവസാനം നിർണായക മത്സരമാണ്. എന്താന്ന് പറഞ്ഞാൽ ഈ മത്സരത്തിന് 3 പോയിന്റ് കിട്ടിയാൽ മാത്രം പോരാ. മറ്റുള്ള ടീമുകളുടെ വിജയത്തെക്കുറിച്ചുകൂടെ നമുക്ക് ആലോചിക്കേണ്ട കാര്യമുണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 8 ടീമുകൾക്കാണ് 13 പോയിന്റ് ഉള്ളത്. ന്യൂകാസൽ ഉണ്ട്, അതേപോലെ PSG ഉണ്ട്, നെപ്പോളി ഉണ്ട്, അറ്റ്ലാന്റ ഉണ്ട്, അങ്ങനെ ഒരുപാട് ടീമുകളുണ്ട്. അറ്റ്ലാന്റിക് ഉണ്ട്. അപ്പോൾ അടുത്ത മത്സരം എല്ലാവർക്കും നിർണായകമാണ്. ആ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അടുത്ത മത്സരം ബാഴ്സയ്ക്ക് അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് കോപ്പോ ഹാഗായിട്ടുള്ള മത്സരം എന്നുള്ള കാര്യം. പിന്നെ ഇന്നത്തെ റൂണി ബാഗ്ബാജിയുടെ പെർഫോമൻസ് എന്താന്ന് ചോദിച്ചാൽ അത് ഞാൻ ഇതിനു മുമ്പ് കുറെ വീഡിയോകളിൽ പറയുന്നുണ്ട്. റൂണിക്ക് മറ്റുള്ള മത്സരങ്ങളിൽ അവസരം കൊടുത്താലേ ആ ചങ്ങായിക്ക് ഒരു ഇമ്പോർട്ടന്റ് മത്സരങ്ങളിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുറേ കാലം ബെഞ്ചിലിരിക്കും. ഒരു 4-5 മത്സരങ്ങൾ ബെഞ്ചിലിരുന്നിട്ട് ഒരു 10-20 മിനിറ്റാണ് ആൾക്ക് കളിക്കാൻ കിട്ടുന്നത്. അപ്പൊ എങ്ങനെയാണ് ആൾക്ക് യൂറോപ്പിൽ പോയിട്ട് ഒരു നല്ലൊരു പെർഫോമൻസ് എടുക്കാൻ പറ്റുക? ആൾ ഒരിക്കലും കുറ്റം പറയില്ല. ആൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആളുടെ ഏറ്റവും മോശം പെർഫോമൻസ് തന്നെയാണ്. എന്താ കാരണം എന്ന് പറയുന്നത് തന്നെയാണ്, യമാലിന് ഒരു 80 മിനിറ്റ് കളിപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ കളിയിൽ ഒരു 10-20 മിനിറ്റ് ഒക്കെ റൂണിനെ കളിപ്പിക്കണം. അല്ലെങ്കിൽ യമാലിനെ നമ്പർ 10ലേക്ക് മാറ്റിയിട്ട് ആ സമയത്ത് റൂണിനെ കളിപ്പിക്കണം. എന്താ പറഞ്ഞാൽ യമാലിന് പരുക്കോ അഥവാ സസ്പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഈ ചങ്ങായി വേണം കളിക്കാൻ. അപ്പൊ ആ ചങ്ങായിക്ക് അവസരങ്ങൾ കൊടുക്കണ്ടേ?
വേറെ ഒരുപാട് ക്ലബ്ബുകളിൽ നിന്ന് ഓഫർ കിട്ടിയിട്ട് ബാഴ്സ ആ ബാഡ്ജിന് വേണ്ടി കളിക്കുന്ന വേണ്ടി ചെങ്ങായി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആൾക്ക് അവസരം കളിക്കണ്ടേ. അതേപോലെ സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന് ഇറങ്ങിയിട്ട് ഓൽമോന്റെ പ്രകടനം കഴിഞ്ഞ മത്സരത്തിൽ ഭയങ്കര മോശം പ്രകടനമായിരുന്നു. പക്ഷെ ഈ മത്സരത്തിൽ ആ ഒരു കിടിലൻ ഗോളും ആളുടെ ആ ഒരു പെട്രി പോയ സ്ഥലത്ത് പെട്രിയുടെ സ്ഥാനത്തുള്ള കളിയായിരുന്നു. ആള് അത്യുഗ്രൻ പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. അതേപോലെ റാഷ്ഫോർഡ് ഇന്ന് അസിസ്റ്റ് ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ റാഷ്ഫോർഡാണ്. ആ ഇംഗ്ലീഷുകാരനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പക്ഷെ ആളുടെയും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താ പറഞ്ഞാല് ബോൾ കാലിനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നോക്കാം, അത് പോയിട്ട് ഫൈറ്റ് ചെയ്ത് എടുക്കണമെന്നോ അങ്ങനെയുള്ള മെന്റാലിറ്റി കാര്യങ്ങളൊന്നും ആൾക്കില്ല. അത് കാരണം ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോ ഇനീഗോ മാർട്ടിനസിനെ പോലെ ഒന്നോ രണ്ടോ ഡിഫൻഡർമാരെ ഈ ജനുവരിയിൽ ഇപ്പൊ ഇനി എന്തായാലും തോന്നുന്നില്ല പുതിയൊരു സെൻട്രൽ ബാക്കിനെയോ അല്ലെങ്കിൽ സ്ട്രൈക്കറിനെയോ ചെയ്യുന്നത്. അടുത്ത സമ്മർ ട്രാൻസ്ഫറിൽ ഊലിയാൻ ആൽവാരസിനെയൊക്കെ കൊണ്ടുവരുന്നു പറയുന്നുണ്ട്. അത് ദൈവത്തിനും അതേപോലെ ബാഴ്സ മാനേജ്മെന്റിനും അറിയാം എന്തൊക്കെയാണ് അവിടെയുള്ള പ്രശ്നങ്ങൾ. 1:1 അതേപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുരുങ്ങിയത് ഒരു 90 മില്യൺ 85 മില്യൺ. ഇപ്പൊ ചെൽസി 85 മില്യന് ഫസ്റ്റ് ബിഡ് ഇട്ടിട്ടുണ്ടെന്നൊക്കെയാണ് ന്യൂസുകൾ വരുന്നത്. എത്രത്തോളം സത്യം അറിയില്ല. അപ്പോ അറ്റ്ലാന്റിക് മഡ്രിഡിലെ ആള് ഒട്ടും ഇതല്ല, ആളുടെ ഒരു കളിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അറ്റ്ലാന്റിക് മഡ്രിഡിൽ തുടരുന്നതിൽ ആൾ ഒട്ടും ഹാപ്പി അല്ല എന്നുള്ള കാര്യമാണ്. അപ്പൊ എന്തായാലും ബാഴ്സയോ അല്ലെങ്കിൽ ചെൽസി അങ്ങനെയുള്ള ക്ലബ്ബുകൾ ചൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആൾക്ക് ബാഴ്സലോണയിൽ വരാനാണ് താല്പര്യം. പക്ഷെ ഇപ്പൊ വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ആളുടെ ഒരു ഡിസിഷൻ ഉണ്ടാവുക. എന്തായാലും ബാഴ്സയ്ക്ക് 20 മില്യന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് മാഞ്ചസ്റ്റർ സിറ്റി ഓഫർ ചെയ്തായിരുന്നു. അപ്പൊ ബാഴ്സ ഫെറാൻ ടോറസിന് 50 മില്യൺ കൊടുത്ത് വാങ്ങിക്കണ്ടായി. ഇപ്പോഴും ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫറിലും അവസരം ഉണ്ടായിരുന്നു ഒരു 65 മില്യന് ഒക്കെ സുഖമായിട്ട്. അപ്പോ വില്യംസിന്റെ പിന്നാലെ പോയി. വില്യംസോ ആൾക്ക് മനസ്സിലായി ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ആള് അവിടെ തന്നെ നിന്നു. ആളുടെ അവസ്ഥ അതെന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബാഴ്സലോണ മാനേജ്മെന്റിന് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈ ചെറിയ പ്രായത്തിലുള്ള 18-17 വയസ്സുള്ള താരങ്ങൾ ക്ലബ്ബ് വിട്ടുപോകേണ്ട കാരണങ്ങൾ. ബാഴ്സയുടെ ലാമാസിൽ കളിക്കുന്ന 30ഓളം താരങ്ങളാണ് വൻകിട ക്ലബ്ബുകളിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി കളിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ചെറിയ നിസാര റിലീസ് കോസ്റ്റിനും അതേപോലെ പൈസ വരെ വാങ്ങിക്കാതെ കുറെ പ്ലേയേഴ്സ് പോയിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു നല്ല ഒരു 10 മില്യൺ 20 മില്യണൊക്കെ റിലീസ് കോസ്റ്റ് ഇട്ടിട്ട് അതൊക്കെ അജാക്സിനെയും ഡോട്ട്മണ്ടിനെയും അങ്ങനത്തെ ക്ലബ്ബുകളെ കണ്ട് പഠിക്കണം. അവരൊക്കെ ഇങ്ങനെ വളർത്തി എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ നല്ല പൈസയ്ക്ക് ലിവർപൂള്, ബാഴ്സലോണ, ആഴ്സണൽ, അതേപോലെ മാഞ്ചസ്റ്റർ സിറ്റി അങ്ങനെയുള്ള ക്ലബ്ബുകൾക്ക് വിട്ടിട്ട് അവർ പൈസ ഉണ്ടാക്കുന്നു. അവർക്ക് ബിസിനസ്സാണ് അതിലൂടെ നോക്കുന്നത്. അപ്പൊ ഇന്നത്തെ കളി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കംബാക്ക് അടിച്ചു വിജയിച്ചു എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ വർഷത്തെ കംബാക്കുകളുടെ അത്ര ഒരു രസവും കാര്യങ്ങളൊന്നും ഇല്ല. എന്താ പറഞ്ഞാൽ ഈ പാഹ എന്ന് പറയുന്ന ടീം ഏറ്റവും അവസാനം കിടക്കുന്ന ഇപ്പോ അജാക്സിനും വില്ലാരലിന്റെ ഒപ്പം അവസാനം കിടക്കുകയാണ്. അപ്പൊ 39 സ്ഥാനത്താണ് ഇപ്പൊ കിടക്കുന്നത്. അപ്പോ ഇവരെ കുറിച്ച് എന്താ പറയാ. അപ്പൊ ബാഴ്സലോണയ്ക്ക് വേണ്ട നിർണായകമായ 3 പോയിന്റ് നേടി. പക്ഷെ ഗോളില് 18 ഗോളുകൾ അടിച്ചപ്പോ 14 ഗോളുകൾ വഴങ്ങിയിട്ടുള്ള കാര്യമാണ്. 13-14 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. അപ്പൊ അടുത്ത മത്സരം നിർണായകമാണ്. അതിൽ പരമാവധി ഗോൾ സ്കോർ ചെയ്ത് വിജയിക്കാനാണ് ബാഴ്സയുടെ ലക്ഷ്യം. അത് ബാഴ്സയുടെ ഹോം ഗ്രൗണ്ട് വെച്ച് നടക്കാൻ പോകുന്ന മത്സരമാണെന്നുള്ള കാര്യമാണ്. പിന്നെ 9ാം സ്ഥാനത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പോ ഇവരുടെ സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ സ്ലാവിയ പ്രാഹ പറയുന്ന ടീം 8 ഷോട്ടുകൾ എടുത്തിട്ടുള്ള അതിൽ 2 ഓൺ ടാർജറ്റിലേക്കാണ്. ബാഴ്സലോണ ആണെങ്കിൽ 17 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്, അതിൽ 12 ഓൺ ടാർജറ്റിലേക്കാണ്. 41% പ്രാഹയുടെ കയ്യിൽ ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു, 59% ബാഴ്സലോണയുടെ കയ്യിൽ ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു. 337 പാസുകൾ പ്രാഹ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 467 പാസുകൾ ബാഴ്സലോണ കംപ്ലീറ്റ് ചെയ്തു. പാസിംഗ് അക്യൂറസി നോക്കുകയാണെങ്കിൽ 79% പ്രാഹ ഉണ്ടായിരുന്നപ്പോൾ ബാഴ്സ 85% ഉണ്ടായിരുന്നു. 8 ഫൗളുകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രാഹ, 11 ഫൗളുകൾ ഇവിടെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെല്ലോ കാർഡ് നോക്കുകയാണെങ്കിൽ 1 മാത്രമാണ് ഡിജോണിനെ കിട്ടിയത്. അത് അനാവശ്യമായ ഒരു ഫൗൾ തന്നെയെന്ന് പറയാം. അടുത്ത് നോക്കുകയാണെങ്കിൽ ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 6 ഓഫ് സൈഡ് വിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ഓഫ് സൈഡാണ് ബാഴ്സലോണ വിൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ 5 കോർണേഴ്സ് പ്രാഹ വിൻ ചെയ്തപ്പോൾ 4 കോർണേഴ്സാണ് ബാഴ്സലോണ വിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ സ്റ്റാറ്റസ്. അപ്പോൾ ഇന്നത്തെ നമുക്ക് ചാമ്പ്യൻസ് ലീഗ് ഈ 7ാം റൗണ്ട് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ഏതൊക്കെ ടീമുകളാണ് ടോപ്പിൽ നിൽക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഇന്നലെ നടന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഗലറ്റസാരിയും അറ്റ്ലന്റിക്കോ മഡ്രിഡായിട്ട് 1-1 സമനിലയിൽ പിരിഞ്ഞു. അതേപോലെ തന്നെ അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ കരബാഗ് FK ഫ്രാങ്ക്ഫോർട്ടിനെ 3-2 പരാജയപ്പെടുത്തി അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട്. സ്ലാവിയ പ്രാഹ അടുത്ത മത്സരം ബാഴ്സലോണ 4-2 അവസാനിച്ചു. അടുത്ത മത്സരം ന്യൂകാസിൽ PSVയെ 3-0 പരാജയപ്പെടുത്തി. അതിന്റെ അടുത്ത മത്സരം ഒളിമ്പിക് മെറസലിനെ ലിവർപൂള് 3-0 പരാജയപ്പെടുത്തി. തൊട്ട മത്സരം ജുവന്റസ് ബെൻഫിക്കയെ 2-0 പരാജയപ്പെടുത്തി. ചെൽസി പാഫോസ് FCയെ 1-0 പരാജയപ്പെടുത്തി. ബയൺ മ്യൂണിക്ക് യൂണിയൻ സാന്റിനെ 2-0 പരാജയപ്പെടുത്തി. അവസാന മത്സരം നടന്ന് അറ്റ്ലാന്റയും അറ്റ്ലന്റിക്കോ ബിൽബാവോയും തമ്മിലായിരുന്നു. അറ്റ്ലാന്റിക്കോ ബിൽബാവോ 3-2 വിജയിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇവരുടെ ടേബിളിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ തോൽവി അറിയാതെ 1ാം സ്ഥാനത്ത് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ആഴ്സണൽ. 7 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 7 വിജയവും 1 തോൽവിയില്ല, 1 സമനിലയില്ല. 21 പോയിന്റുമായിട്ട് അവര്
ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. 20 ഗോളുകൾ അടിച്ചപ്പോൾ 2 ഗോളുകളെ വഴങ്ങിയിട്ട് 2ാം സ്ഥാനത്തുള്ളത് ബയൺ മ്യൂണിക്കാണ്. 7 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 6 വിജയവും 1 തോൽവി. ആ ഒരു തോൽവി ആഴ്സണലോടാണ്. 18 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്തുള്ളത്. 20 ഗോളുകൾ. 2ാം സ്ഥാനത്തുള്ളത് ബയൺ മ്യൂണിക്കാണ്. 7 മത്സരം കഴിഞ്ഞപ്പോൾ 6 വിജയവും 1 തോൽവി. ഒരു തോൽവി ആഴ്സണലോടാണ്. 18 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്തുള്ളത്. 20 ഗോളുകൾ അടിച്ചപ്പോൾ 7 ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത്. 3ാം സ്ഥാനത്തുള്ളത് നമ്മുടെ UCL-ന്റെ ഹീറോകളായ റയൽ മാഡ്രിഡ് ആണ്. 7 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 5 വിജയവും 2 തോൽവി അടക്കം 15 പോയിന്റുമായിട്ട് റയൽ മാഡ്രിഡ് 3ാം സ്ഥാനത്തുണ്ട്. 19 ഗോളുകൾ അടിച്ചപ്പോൾ 8 ഗോളുകളെ വഴങ്ങിയിട്ടുള്ളൂ. 4ാം സ്ഥാനത്തുള്ള ലിവർപൂളാണ്. 7 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 5 വിജയവും 2 തോൽവി അടക്കം 15 പോയിന്റുമായിട്ട്. അതേ ഇതിലാണ് നിൽക്കുന്നത്. ഗോൾ ശരാശരിയിൽ 14 ഗോളുകൾ അടിച്ചപ്പോൾ 8 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. 5ാം സ്ഥാനത്ത് ടോട്ടൻഹാം ഹോട്ട്സ്പർ ആണ്. 7 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 4 വിജയവും 2 സമനിലയും 1 തോൽവി അടക്കം 14 പോയിന്റുമായിട്ട് 15 ഗോളുകൾ അടിച്ചപ്പോൾ 7 ഗോളുകൾ വഴങ്ങിയിട്ടുള്ളൂ. 6ാം സ്ഥാനത്തുള്ള PSG ആണ്. 7 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 4 വിജയവും 1 സമനിലയും 2 തോൽവി അടക്കം 13 പോയിന്റുമായിട്ട് PSG ഉണ്ട്. 7ാം സ്ഥാനത്തുള്ള ന്യൂകാസിലാണ്. 7 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 4 വിജയവും 1 സമനിലയും 2 തോൽവി അടക്കം 13 പോയിന്റാണ്. ചെൽസിയാണ് അടുത്തുള്ളത്. ഇവരൊക്കെ ഇനി അടുത്ത് കുറെ മത്സരങ്ങൾ, കുറെ ടീമുകൾ 13 പോയിന്റാണ്. ചെൽസിക്ക് 13 പോയിന്റാണ് 7 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ. ബാഴ്സലോണയ്ക്ക് 9ാം സ്ഥാനത്തുള്ളത് 7 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 13 പോയിന്റാണ്. സ്പോർട്ടിംഗ് CPക്ക് 7 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 13 പോയിന്റാണ്. മാഞ്ചസ്റ്റർ സിറ്റിക്ക് 7 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ 13 പോയിന്റാണ് 11ാം സ്ഥാനത്തുള്ളത്. 6ാം സ്ഥാനം മുതൽ 13ാം സ്ഥാനക്കാർ വരെ 13 പോയിന്റിൽ നിൽക്കുന്നത്. അതിൽ ബാഴ്സലോണ ഉണ്ട്, ചെൽസി ഉണ്ട്, ന്യൂകാസിൽ ഉണ്ട്, PSG ഉണ്ട്, സ്പോർട്ടിംഗ് CP ഉണ്ട്, മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ട്, അറ്റ്ലാന്റിക്കോ മാഡ്രിഡ് ഉണ്ട്, അറ്റ്ലാന്റ ഉണ്ട്. പിന്നെ 12 പോയിന്റായിട്ട് ഇന്റർ മിലാൻ, ജുവന്റസും 11 പോയിന്റായിട്ട് ഡോട്ട്മണ്ടും ഉണ്ട്. അപ്പോ ഇപ്പൊ ആകെ കയറിയിട്ടുള്ള ബയൺ മ്യൂണിക്കും ആഴ്സണലും മാത്രമാണ് റൗണ്ട് ഓഫ് 16 കയറിയിട്ടുള്ളത്. അപ്പൊ അടുത്ത കളിയിൽ ഇനി റയൽ മാഡ്രിഡ് ഉണ്ട്, ലിവർപൂൾ ഉണ്ട്. ഇവർക്കൊക്കെ 15 പോയിന്റാണ്. അടുത്ത മത്സരത്തിൽ ഈ ഉള്ള ടീമുകളുടെയൊക്കെ വിജയപരാജയങ്ങളുടെ അപേക്ഷിച്ചിരിക്കും. അതിൽ എടുത്തു പറയേണ്ടത് PSG വേഴ്സസ് ന്യൂകാസിൽ യുണൈറ്റഡിന്റെ മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ടീമിനാണ് അതിൽ റൗണ്ട് ഓഫ് 16 8ാം സ്ഥാനത്ത് വരാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പൊ എന്തായാലും ഇനി അടുത്ത മത്സരങ്ങൾ കുറെ കൂടെ കട്ടുകട്ടിയായിരിക്കും. എന്താ പറഞ്ഞാൽ ആർക്ക് വിജയിച്ചാൽ മാത്രം പോരാ, ആ ഗോൾ ശരാശരിയും കൂടി നോക്കിയാൽ അവർക്ക് ഈ 8ാം സ്ഥാനത്തുള്ളൂ. പക്ഷേ 8ാം സ്ഥാനത്തൊന്നും കാര്യമില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം 14-16 സ്ഥാനത്തുണ്ടായിരുന്ന PSG ആണ് കൊണ്ടുപോയിട്ട് കപ്പടിച്ചത്. അപ്പോൾ ഇതിലൊന്നും കാര്യമില്ല. എന്താ പറഞ്ഞാൽ റൗണ്ട് ഓഫ് 16 ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലൊക്കെ വരുന്ന സമയത്ത് ഫുള്ളായിട്ട് ഫിറ്റ് ആയിട്ട് ഇതേ ഫോമിൽ കളിക്കാനും പറ്റണം. പരിക്കുകളൊന്നും ഇല്ലാതെ ഇരുന്നാൽ മാത്രമാണ് ചാമ്പ്യൻസ് ലീഗ് അടിക്കുക. അതിന്റെ കൂടെ ഭാഗ്യം കൂടി വേണമെന്നുള്ള കാര്യമാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.